നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇ.പി. ജയരാജൻ സഖാവ് സത്യം മാത്രമേ പറയൂ. ആ തടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ആള് ശുദ്ധനാ. അതെ, ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് കേട്ടിട്ടില്ലേ? അത് ദാ ഇപ്പോൾ സംഭവിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് യമണ്ടൻ പണിവെച്ച് ഇ.പി. ജയരാജൻ. മുഖ്യൻ ഒരു വഴിക്കൂടെ നവകേരള സദസ്സ് നടത്തി സർക്കാരിനെ ഒന്ന് തള്ളി മറിച്ചോണ്ട് വന്നതാ. പക്ഷെ ഇ.പി. സഖാവ് പടിക്കൽ കൊണ്ട് കലമിട്ടുടച്ചു. പിണറായി ഭരണം ലോക തോൽവിയെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇ.പി. ജയരാജൻ. അതിന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഇ.പി. ജയരാജൻ ചില കണക്കുകൾ നിരത്തി പിണറായി വിജയന്റെ വായടപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ക്ഷാമബത്ത 20% കൊടുക്കണം. ശരിയാണ്. അതിനെത്ര വരും? 12,000 കോടി. ഒന്നുകൂടി പറഞ്ഞു, ഈ വർഷത്തെ ക്ഷാമബത്ത മാത്രമല്ല, അതിൽ കുടിശ്ശികയുണ്ട്. അത് 13,000 കോടി വരും. അത് ശരി. രണ്ടും കൂടി ചേർന്നാൽ ഏതാണ്ട് 25,000 കോടി രൂപ ഈ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത ഇനത്തിൽ കൊടുക്കേണ്ടത് തന്നെ. അതിനെവിടെ ആർക്കാ തർക്കമുള്ളത്? ഇനി അതിന് പുറമെ അവർ എഴുതിയത് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. ആ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നത് 3 മാസത്തെ പെൻഷൻ കൊടുത്തിട്ടില്ല. അത് എഴുതിയത് 2,400 കോടി ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. അതും കണക്ക് അംഗീകരിക്കുന്നു, തർക്കത്തിനില്ല. കൊടുക്കേണ്ടത് തന്നെ. പിന്നെ പറയുന്നത് KSRTCക്ക് 160 കോടി കൊടുക്കാൻ ബാക്കിയാണ്. ഇതിനു പുറമെ പറയുന്ന ജൽജീവൻ മിഷൻ കരാറുകാർക്ക് 1,357 കോടി കൊടുക്കാനുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്ത വക 200 കോടി. ശരിയാണ്, 200 കോടി കൊടുക്കാനുണ്ട്. കാരുണ്യ സുരക്ഷാ പദ്ധതി 300 കോടി. സപ്ലൈകോ 1,525 കോടി. ഓണക്കിറ്റ് 158 കോടി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 4,558 കോടി. കരാറുകാരുണ്ട്. നമ്മുടെ നാട്ടിലെ ധാരാളം കരാറുകാർക്ക് പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട്. അത് 16,000 കോടി. ഇതൊക്കെ ശരി തന്നെ. എല്ലാം കൂടി ചേർത്ത് എത്ര വരും? 50,000 കോടി. ഞാൻ പറഞ്ഞില്ലേ, ഇ.പി. സത്യം മാത്രമേ പറയൂ. എല്ലാം കൊടുക്കാനുണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ. എല്ലാം കൂടി റൗണ്ട് ചെയ്ത് ഒരു 50,000 കോടി കൊടുക്കാനുണ്ട്. ഇതുവരെ വളരെ ശരിയാണ് ചിറ്റപ്പ, തർക്കത്തിനില്ല. ഇതെല്ലാം കൊടുക്കാനുണ്ടെന്ന് സഖാവ് തന്നെ അങ്ങ് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിക്കുന്നില്ല. അതല്ലേ പ്രശ്നം. കൊടുക്കാനുണ്ട്, പക്ഷെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതാണ് നമ്മുടെ ചോദ്യം. ഇ.പി. ജയരാജന്റെ വീഡിയോ കോൺഗ്രസും BJPയും എല്ലാവരും ചേർന്ന് വൈറലാക്കി കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയിലെ ഡയലോഗ് പോലെ എൽദോ നിന്നെ സിനിമയിൽ എടുത്തെന്ന് പറയത്തില്ലേ, അതുപോലെ ഇ.പി. ചിറ്റപ്പനെ സിനിമയിൽ എടുത്തിട്ടുണ്ട്. ഇ.പി. ജയരാജൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പിണറായിക്കിട്ട് 8ന്റെ പണി കിട്ടും. നവകേരള സദസ്സ് നടത്തി മുഖ്യമന്ത്രി കേരളം വേറെ ലെവലാണെന്ന് തള്ളി വന്നുകൊണ്ടിരുന്നതാ. ഇതുപോലെ ഒരടി കൂട്ടത്തിൽ നിന്ന് കിട്ടുമെന്ന് പിണറായി സ്വപ്നത്തിൽ പോലും കണ്ടു കാണത്തില്ല. ഇതിനു മുൻപ് ഇതിനേക്കാൾ വലിയൊരു പണി മുഖ്യമന്ത്രിക്ക് ഇ.പി. ജയരാജൻ കൊടുത്തിരുന്നു. അങ്ങ് കാസർഗോഡ് നിന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു ജാഥ നയിച്ചുകൊണ്ട് വന്നല്ലോ. അതിൽ ഇ.പി. ജയരാജൻ വിട്ടു നിൽക്കുകയായിരുന്നു. പിണങ്ങി തന്നെയാണ് പാർട്ടിയുമായും MV ഗോവിന്ദനും ഒക്കെ ആയിട്ട് ഉടക്കിട്ട് തന്നെയാണ് ഇ.പി. ജയരാജൻ മാറി നിന്നത്. എന്നാൽ മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടു. ഇ.പി. വരൂ എന്ന് പറഞ്ഞതോടെ ഇ.പി. ചെന്ന് കയറിക്കൊടുത്ത് വേദിയിൽ നല്ല ഒന്നാന്തരം ഒരു ഡയലോഗ് അടിച്ചു. ഇത് മുഖ്യനെ കുടുംബത്തോടെ എയറിലാക്കുന്ന ഡയലോഗായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ഈ നാടിന്റെ ഐശ്വര്യമെന്നായിരുന്നു ഇ.പി. ജയരാജൻ അവിടെ പറഞ്ഞത്. ഇത് വലിയ ട്രോളിന് വഴിവെച്ചു. ട്രോളന്മാരെല്ലാവരും കൂടി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും എടുത്ത് പൊങ്കാലയിട്ടു. അന്നും ഇതുപോലെ നല്ല മുട്ടൻ പണിയാ ഇ.പി. കൊടുത്തത്. ഇന്നിപ്പോൾ അടുത്ത പണി കൊടുത്തു.